യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിടുന്നു. ഇപ്പോഴും ആ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ സാധ്യതകളില്ല. 48 മണിക്കൂർ എന്ന സമയപരിധി അവസാനിക്കുമ്പോഴും ഇരു രാജ്യങ്ങളും അമേരിക്കയും പിന്നോട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇറാൻ ആകട്ടെ അമേരിക്കയുടെ ഭീഷണികൾ തള്ളിക്കളയുകയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനെ ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ആക്രമിച്ച ആ ഘട്ടം മുതൽ ഇപ്പോഴും ഇന്ത്യയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇന്ത്യക്കകത്ത് നിന്ന് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി എന്തുകൊണ്ട് ഇന്ത്യ അമേരിക്കയെയും ഇസ്രായേലിനെയും പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല, എന്തുകൊണ്ട് ഇറാനെ പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നു. ഒരു വിഭാഗം ഇറാനെ ആണ് പിന്തുണയ്ക്കേണ്ടത് എന്ന് ആവശ്യപ്പെടുന്നു, മറുവിഭാഗം ഇസ്രായേലിനെയും അമേരിക്കയുമാണ് പിന്തുണയ്ക്കേണ്ടത് എന്നും ആവശ്യപ്പെടുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒപ്പം ഊർജ്ജ ആവശ്യങ്ങൾക്ക് ആണ് മുഖ്യ പരിഗണന. അതിനപ്പുറത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഇടപെടേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് ഇടപെടുക എന്നത് ഇന്ത്യയുടെ അടുത്ത കാല അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുമായി നല്ല ആശയവിനിമയം നടത്തിയിരുന്ന രാജ്യമാണ്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള അട്ടിമറിയാണ് നടന്നത്. പിന്നീട് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിക്ക് ഇന്ത്യയിൽ പലായനം ചെയ്ത് അഭയം പ്രാപിക്കേണ്ടതായി വന്നു. അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യം ഇപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത്. അവിടെ ജനാധിപത്യ ധ്വംസനം നടക്കുമ്പോൾ പോലും ഇന്ത്യ അവിടെ ആഭ്യന്തരമായി ആ വിഷയത്തിൽ ഇടപെടാറില്ല. എന്നാൽ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയെ ആക്രമിക്കുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും ആഭ്യന്തര വിഷയങ്ങളിൽ പോലും ഇന്ത്യ ഇടപെട്ടേക്കാം. ഇന്ത്യ അത്തരത്തിൽ തിരിച്ചടിക്കുകയും ചെയ്യും. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കാണുകയും ചെയ്തത്. ഇവിടെ ഇറാൻ ഒരു ഭാഗത്ത്, ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും മറുഭാഗത്ത്, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ഇറാനെ എതിർക്കുന്ന സാഹചര്യവുമാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രം വലിയ തോതിൽ അംഗീകരിക്കപ്പെടുകയും വിജയിക്കുകയും ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾക്കൊന്നും അനുമതി നൽകാതിരിക്കുന്ന ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് LPGയും അതോടൊപ്പം തന്നെ ഇന്ധനവുമായി, ഓയിലുമായി എത്തിക്കൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി 8ാമത്തെ കപ്പൽ കൂടി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രീൻ സാൻവി എന്ന കപ്പൽ ആണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് നമുക്കറിയാം, ഈ ഇറാനുമായി വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പുലർത്തുന്ന നയതന്ത്രത്തിൻ്റെ ഫലം കൂടിയാണ്. അവിടെയാണ് നമ്മൾ രാജ്യത്ത് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇറാന് ഇന്ത്യയോട് എതിർപ്പില്ല എന്ന് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദം ഇന്ത്യക്കുണ്ടായിരുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന്. അപ്പോഴും അധിക തീരുവത ഏർപ്പെടുത്തിയിട്ടും ഇപ്പോഴും റഷ്യയിൽ നിന്ന് അടക്കം ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഇറാനിൽ നിന്നും, അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കുന്ന ഇറാനിൽ നിന്നടക്കം ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. അക്കാര്യം ഇന്ത്യ തുറന്നു പറയുന്നു. 40 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ എണ്ണയെത്തിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം, അതായത് ഈ ക്രോസ് ലൈനുകൾ കാണുന്ന ഭാഗം എന്നത് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ഇവിടെയാണ് ഇറാന് കൃത്യമായ സാന്നിധ്യം ഉള്ളത്. ഇറാൻ്റെ സാന്നിധ്യമുള്ളതും ഇറാൻ വിലക്കിയതുമായ ഭാഗം ആണ് ഈ കാണുന്നത്. ഈ പ്രദേശത്തു കൂടിയുള്ള കപ്പലുകളുടെ യാത്ര ഇറാൻ വിലക്കിയിരിക്കുകയാണ്. ഒപ്പം ഇവിടെ കൂടി കടന്നു വരുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ ഇൻഷുറൻസ് നൽകുന്നുമില്ല. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള കപ്പലുകൾക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം പുറത്തുനിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചരക്കെടുക്കുന്നതിന് വേണ്ടിയുള്ള കപ്പലുകൾക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഈ ഭാഗം ആണ് പൂർണ്ണമായും ഇപ്പോൾ ഇറാൻ വിലക്കിയിട്ടുള്ള പാത എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ പാതയിലൂടെയാണ് ഇപ്പോൾ അനായാസം ഇന്ത്യൻ കപ്പലുകൾ കടന്നു വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയും ഏതാണ്ട് 17 കപ്പലുകൾ ഈ പാതയിലൂടെ കടന്നു വരാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ സൈന്യം കാവൽ നൽകിക്കൊണ്ട് ആ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, സൈനിക കപ്പലുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഈ കപ്പലുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഈ മട്ടിൽ ഇറാൻ കൈയടക്കി വെക്കുമ്പോൾ മറ്റ് സാധ്യതകൾ ഇന്ത്യ ഉൾപ്പെടെ തേടുന്നുവോ എന്ന സംശയം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സംശയം ഈ കപ്പലുകളുടെ നീക്കവുമായി ബന്ധപ്പെട്ട ചില ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ആണ് എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. ഇത് സാങ്കേതികമായി ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. അതായത് ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഡേറ്റകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്, അതായത് ഈ കാണുന്ന ഈ ലൈനുകൾ എന്നത് കപ്പലിൻ്റെ സഞ്ചാര പദ്ധതിയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ പ്രേക്ഷകരുടെ ഏറ്റവും ശ്രദ്ധ കൊണ്ടുപോകുന്നത് നിലവിൽ ഇറാൻ്റെ അനുമതിയോട് കൂടിയിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ കാണുന്ന ഈ പാതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ലോകരാജ്യങ്ങൾക്കെല്ലാം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ പാതയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഇറാൻ അപ്രൂവ് ചെയ്തിട്ടുള്ള റൂട്ടാണ്. ഇതിലൂടെയാണ് സാധാരണ ദിനം പ്രതി 100 കണക്കിന് കപ്പലുകൾ കടന്നു വരുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇറാന്റെ തീരത്തിനോട് ചേർന്ന് നമുക്ക് 1-2 ദ്വീപുകൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദ്വീപ് ഈ കാണുന്ന ഖാർഗ് ആണ്. അത് ഇറാന്റെ തീരത്ത് നിന്ന് 25 കിലോമീറ്റർ അകലത്തിൽ ആണ്. ഇപ്പോൾ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഈ ദ്വീപിനെയാണ്. ഇവിടെ തകർക്കും എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാന്റെ എണ്ണ വ്യാപാരവും ഇറാന്റെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഈ തീരത്ത് നിന്ന് 25 കിലോമീറ്റർ അകലത്തിൽ ഉള്ള ഈ ദ്വീപ് ആണ് എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ദ്വീപ് കൂടിയുണ്ട്. പ്രേക്ഷകർക്ക് ഇതൊരു ചെറിയ പൊട്ടായി മാത്രമേ കാണാൻ സാധിക്കുമെങ്കിലും ഇത് ഏതാണ്ട് 39 കിലോമീറ്റർ ഇറാന്റെ തീരത്ത് നിന്ന് 39 കിലോമീറ്റർ അകലത്തിലുള്ള ലാറക് ദ്വീപ് ആണ് ഈ ചെറിയ പൊട്ടായി കാണുന്നത്. അതായത് ഈ ലാറക് ദ്വീപ് എന്നത് തന്ത്രപ്രധാനമാകുന്നത് ആ ദ്വീപിൽ നിന്നുകൊണ്ട് ഇറാന് മറ്റ് ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ അടക്കം നിരീക്ഷിക്കാനും അതിനെ ആക്രമിക്കാനും പിടിച്ചു വെക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പാത ഇപ്പോൾ അപകടകരമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റ് ചില പാതകളിലൂടെ കപ്പലുകൾ കടത്തിക്കൊണ്ടുവരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള 4 കപ്പലുകൾ പുതിയ തീരത്തുകൂടി പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതാ 3-4 ലൈനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ 3 ഷിപ്പുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. അതിൽ ഒരു ഷിപ്പ് ഹബ്രൂട്ട് എന്ന ഷിപ്പാണ്, മറ്റൊരു ഷിപ്പ് ദാൽകൂട്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ സോഹാർ LNG എന്ന ഷിപ്പ് കൂടിയുണ്ട്. ഇതിൽ ഈ മാർഷൽ ദ്വീപുകളുടെ പതാക ഏന്തിക്കൊണ്ടുള്ള ഷിപ്പുകൾ ആണ് ഹബ്രൂട്ടും അതോടൊപ്പം തന്നെ ദാൽകൂട്ടും എങ്കിൽ പനാമയുടെ പതാക വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ആണ് ഇതിൽ പറയുന്ന ഈ സോഹാർ എന്നത്. ഇനി അടുത്ത ഷിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് MSV ക്യൂബ MNV എന്ന കാർഗോ ഷിപ്പ്. ഈ ഷിപ്പ് ഇന്ത്യൻ പതാകയാണ് ഏന്തിയിട്ടുള്ളത് എന്നതാണ് ഈ ഡേറ്റ, അതായത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതാ ഈ ദുബായ് തീരത്ത് നിന്ന് ചരക്ക് കയറ്റിക്കൊണ്ടുള്ള ഇന്ത്യൻ കപ്പൽ സഞ്ചരിച്ച പാതയാണ് ഇത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന ഒന്നല്ല എങ്കിൽ പോലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദുബായ് തീരത്ത് നിന്ന് ഹോർമോസ് കടലിടുക്കിലേക്ക് പോകാതെ മറിച്ച് ഈ തീരത്തുകൂടി, അതായത് ഒമാന്റെ തീരത്തുകൂടിയാണ് ഇന്ത്യയുടെ ഷിപ്പ് എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയുന്നത്. അതേസമയം ഈ ഡേറ്റകളുടെ പരിമിതി എന്നത്, അതായത് ഈ മറ്റു പല ഷിപ്പുകളും നേരത്തെ സൂചിപ്പിച്ച ദാൽകൂട്ട് ഹബ്രൂട്ട് ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഏതാണ്ട് മസ്കറ്റ്, അതായത് പല ഭാഗത്ത് നിന്ന് ചരക്കുകളുമായി മസ്കറ്റ് തീരം വരെ എത്തി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം കപ്പലുകളുടെ സഞ്ചാരഗതി എങ്ങോട്ട് എന്നത് ഇപ്പോൾ ഡേറ്റയിൽ അറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയുന്നത്. ഇതിൽ തന്നെ ഈ സൗദിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ത്യൻ കപ്പലാകട്ടെ അത്രയും എത്തിയിട്ടില്ല എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കപ്പൽ ഏതാണ്ട് ഈ ഫുജൈറ തീരത്തേക്ക് എത്തുന്നു എന്നതിനപ്പുറത്ത് ഈ ദുബായിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടെ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നാണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ഡേറ്റകൾ ഉൾപ്പെടെ പറയുന്നത്. മാർച്ച് 31 ആരംഭിച്ച കപ്പൽ ആണ് ഉള്ളത്. അത് ഒമാനിലെ ദിബ്ബ തുറമുഖം, ഈ സൂചിപ്പിക്കുന്ന പോയിന്റ് ഒമാനിലെ ദിബ്ബ തുറമുഖം എന്നതാണ്. അവിടം കൊണ്ട് ഈ യാത്ര അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ടാകും, പക്ഷേ മറ്റുള്ളവർക്ക് ആ ഡേറ്റ ലഭ്യമാകുന്നില്ല എന്നതാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത്. ഇതിനെ ഒരു പുതിയ കപ്പൽ പാതയായി ഉൾക്കൊള്ളുന്നോ എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണോ നേതൃത്വം നൽകുന്നത് എന്ന സംശയമുണ്ട്. സ്വാഭാവികമായും പ്രേക്ഷകർക്ക് തോന്നാം, എന്തിനാണ് ഈ ഇറാന്റെ ആക്രമണം നേരിടുന്ന സമയത്ത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെ പോരുന്നത്, ഇവിടെ മറ്റു പാതകൾ ഉണ്ടല്ലോ എന്ന്. അവിടെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് കപ്പൽ പാത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഹോർമോസ് മാത്രമല്ല, ലോകത്ത് തന്നെ പനാമ കടലിടുക്ക് പോലെ വലിയ തോതിൽ ചരക്ക് ഗതാഗതം നടക്കുന്ന കപ്പൽ പാതകളുണ്ട്. ഈ കപ്പൽ പാതകളുടെ പ്രത്യേകത എന്നത് ആ കപ്പൽ പാതകൾ ഏറ്റവും സുരക്ഷിതമായ പാതയാണ് എന്നതാണ്. അതായത് കടലിലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും ഈ കപ്പലുകൾക്ക്. പക്ഷേ കപ്പലുകൾക്ക് ഏറ്റവും സുരക്ഷിതമായി പ്രതികൂല കാലാവസ്ഥയെ തള്ളിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇടം ആണ് കപ്പൽ പാതകൾ. മറ്റൊന്ന്, ഈ കപ്പൽ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ
വളരെ വേഗത്തിൽ ലഭിക്കും. നമുക്കറിയാം കടൽ കൊള്ളക്കാർ എന്നത് നമുക്കറിയാം, ഈ കപ്പലുകൾ തട്ടിയെടുക്കുക, ആളുകളെ കൊല്ലുക, ഒപ്പം ഈ ചരക്ക് മോഷ്ടിക്കുക, അത്തരം മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന പാതകൾ ഒക്കെയാണ്. അപ്പോൾ പുതിയ ഒരു പാതയിലൂടെ കടന്നു വരുമ്പോൾ ഈ പറയുന്ന എല്ലാ റിസ്കുകളും ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രകൃതിയുടെ കാലാവസ്ഥയുടെ അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടാകാം, ഒപ്പം പുതിയൊരു തീരത്തുകൂടി കടന്നു പോകുമ്പോൾ ആ രാജ്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം, കടൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടാം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ളപ്പോഴാണ് പുതിയ പാത എന്നത് ഏറെ സങ്കീർണമാകുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇന്ത്യ അത്തരത്തിൽ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യ ആ പാത തെരഞ്ഞെടുക്കുന്നത് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ ഒരു പൊട്ടുപോലെ എന്ന് സൂചിപ്പിച്ച ഐലൻഡ് ആണ് ഈ ലാറക് ഐലൻഡ് എന്നത്. ഈ ലാറക് ഐലൻഡിനും അതോടൊപ്പം തന്നെ ഇറാൻ്റെ തീരത്തുമിനും ഭാഗത്തു കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഐലൻഡ് ഉണ്ട്. അവിടുത്തെ നേവൽ ബേസിനെ അടക്കം ഈ അമേരിക്ക ആക്രമിച്ച ഒരു സാഹചര്യം ആണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇതാണ് ആ നേവൽ ബേസ്. അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച ഇമേജ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇറാൻ്റെ ദ്വീപ സമൂഹങ്ങളെ അടക്കം അമേരിക്ക ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇസ്രായേലും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം തെറ്റിയാൽ പോലും ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ, അതായത് ഇറാൻ അംഗീകരിച്ചിട്ടുള്ള ഷിപ്പിംഗ് റൂട്ടിലൂടെ കടന്നു വരുന്ന കപ്പലുകൾക്ക് അപകടം സംഭവിച്ചേക്കാം. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മറ്റൊരു പാത തുറക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു സാധ്യതയെ യഥാർത്ഥത്തിൽ ഇറാനും മുന്നിൽ കാണുന്നുണ്ട്. അതായത് ഇറാൻ്റെ പ്രധാനപ്പെട്ട പാതയ്ക്ക് പകരം മറ്റൊരു പാത തെരഞ്ഞെടുത്താൽ അത് ഇറാന് ഭീഷണിയാകും എന്നത് വളരെ കൃത്യമായി ഇറാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം മറ്റ് ചില ഡേറ്റകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ച കടലിടുക്ക്, അതായത് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഗ്രാഫിൻ്റെ ഈ ഭാഗം ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാണ് ഇറാൻ്റെ ഹോർമൂസ് കടലിടുക്കിലൂടെ ആണ് ഇപ്പോൾ സഞ്ചാരം സാധ്യമാകുന്നത്. എന്നാൽ നേരത്തെ തന്നെ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം ഒരു പക്ഷേ ഓർമ്മയുണ്ടാകും മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ യുദ്ധകാലത്ത് തന്നെ ഈ പാത അത്ര സുരക്ഷിതമല്ല, അതായത് ഹോർമൂസ് കടലിടുക്ക് അത്ര സുരക്ഷിതം അല്ല എന്ന് സൗദി അറേബ്യ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ആ രാജ്യത്തിൻ്റെ കിഴക്ക് അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ഒരു എണ്ണ പൈപ്പ് ലൈൻ രൂപീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന എണ്ണ പൈപ്പ് ലൈൻ എന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. സൗദിയുടെ ഈസ്റ്റ് വെസ്റ്റ് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതായത് ഇന്ധനം ഒരു ഭാഗത്ത് നിന്ന് വളരെ വിചിത്രമായ അല്ലെങ്കിൽ നമുക്ക് അവിശ്വസനീയമാകുന്ന ഒരു പൈപ്പ് ലൈൻ എന്ന് തന്നെ പറയാം. കാരണം 1200 കിലോമീറ്റർ പൈപ്പ് ലൈനിലൂടെയാണ് ഈ ഇന്ധനം എത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് ഇന്ധനം ഇങ്ങനെയാണ് എത്തിക്കുന്നത്. ഇതിന് കാരണം എന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ചെങ്കടലിലൂടെയുള്ള ഗതാഗതം സാധ്യമാകും എന്നതാണ്. അപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് ഭീഷണിയാണെങ്കിൽ പോലും അവരുടെ തീരത്ത് നിന്ന്, വെസ്റ്റ് തീരത്ത് നിന്ന് ഈസ്റ്റിലേക്ക് ഈ എണ്ണ പൈപ്പ് ലൈൻ വഴി എണ്ണ എത്തിക്കുകയും അവിടെ നിന്ന് തീരങ്ങൾ മുഖേന കയറ്റി അയക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ വളരെ കൃത്യമായി, അതായത് ഈ സാഹചര്യത്തെ വളരെ കൃത്യമായി ഇറാൻ മോണിറ്റർ ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പാതയിലൂടെ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെയാണ് ഈ ഗതാഗതം നടത്തേണ്ടത്. അപ്പോൾ മാത്രമാണ് ലോകരാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ ചെങ്കടലും അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ചെങ്കടലിലൂടെ ഉള്ള പാത കൂടി അല്ലെങ്കിൽ സഞ്ചാരത്തെ കൂടി തടയുവാനുള്ള നീക്കം ആണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ആ ചിത്രമാണ് ഈ കാണുന്നത്. അതായത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പ്രധാന സമുദ്രത്തിലേക്ക് ചേരുന്ന ഭാഗമാണിത് എങ്കിൽ മറിച്ച് മറുഭാഗത്ത് ചുവന്ന കടൽ, ചെങ്കടലിലൂടെ വരുന്ന പാതയാണ് ഈ കാണുന്നത്. അപ്പോൾ സൗദി അറേബ്യയുടെ നേരത്തെ പൈപ്പ് ലൈനിലൂടെ ബന്ധിച്ച ഭാഗം ഇതാണ് എങ്കിൽ അവിടെ നിന്ന് ചരക്കുകൾ ഈ ചെങ്കടലിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സാധ്യതയെ ഇറാനും കാണുകയാണ്. അവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ ഇറാൻ അടച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ സാധ്യമാകുന്നില്ല. അപ്പോൾ ഷിപ്പുകൾ ഒരു പക്ഷേ ഈ മാർഗം, അതായത് അടുത്ത ചെങ്കടൽ എന്ന മാർഗത്തെ തിരയുവാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഇറാൻ വീണ്ടും ഈ ഭീകരത സൃഷ്ടിക്കുന്നത്. അതല്ല എങ്കിൽ ഈ ഭാഗത്തെ തടയാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഇറാനോട് ഐക്യദാർഢ്യം പുലർത്തുന്ന മറ്റൊരു വിഭാഗമുണ്ട് യമനിൽ. അതാണ് ഹൂതി വിമതർ എന്നത്. നമ്മൾ വാർത്തകളിൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഹൂതി വിമതർ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചെങ്കടലിലൂടെയുള്ള യാത്രകളെ ഹൂതി വിമതർ ആക്രമിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയ്ക്ക് അത്ര എളുപ്പത്തിൽ
ചരക്ക് നീക്കം ഈ ചുവന്ന കടലിലൂടെ അല്ലെങ്കിൽ ചെങ്കടലിലൂടെ സാധ്യമാകുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ ചെങ്കടലിലൂടെ അടക്കമുള്ള വ്യാപാരത്തിനും കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വിലയിരുത്തുന്നത്. ഇങ്ങനെ ഭൗമരാഷ്ട്രീയം മാറിമറിയുന്ന അല്ലെങ്കിൽ കടലിലൂടെയുള്ള കടത്ത്, അത് എണ്ണക്കടത്ത്, ചരക്ക് കടത്ത് ആയിക്കൊള്ളട്ടെ, അതിൽ ഒക്കെ വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഒമാൻ തീരത്തിനോട് ചേർന്നുകൊണ്ട് ചെങ്കടലിന് പകരമായി ഒപ്പം ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പാതയിലേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ കടക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത്തരത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്ന് തന്നെയാണ് ഇന്ത്യ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കടലിടുക്ക് എന്നത് അല്ലെങ്കിൽ ഈ പാത എന്നത്, അതായത് ചരക്ക് പാത എന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകമായ അവകാശത്തിൽ വരുന്നതല്ല, മറിച്ച് അത് എല്ലാ രാജ്യങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ തുറന്നു നൽകണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ, അതായത് ഇന്ത്യയുടെ നിലപാടുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്ത് നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്നതാണ് ഇനി പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇന്ത്യയുടെ നിലപാടിനായി കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.